നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ശ്രമിച്ചാലും പണം കൈവശം നിൽക്കുന്നില്ല. വരുമാനമുണ്ടെങ്കിലും സമ്പത്തൊന്നും ഉണ്ടാകുന്നില്ല. മറ്റുള്ളവർ മുന്നോട്ടു പോകുമ്പോൾ ഞാൻ അതേ സ്ഥലത്ത്. ഇത് നിങ്ങളുടെ കുറ്റമല്ല. പക്ഷേ സമ്പത്ത് എന്നത് ഭാഗ്യം മാത്രമല്ല. അതൊരു ശീലം, ഒരു ചിന്ത, ഒരു സിസ്റ്റമാണ്. ഈ വീഡിയോയിൽ സമ്പത്ത് എന്തുകൊണ്ട് ചിലർക്കേ ലഭിക്കുന്നുള്ളൂ, സാധാരണ ആളുകൾ ചെയ്യുന്ന വലിയ തെറ്റുകൾ, പടിപടിയായി സമ്പത്തുണ്ടാക്കുന്ന വഴിയെല്ലാം വളരെ ലളിതമായി പറയാം. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ചിന്തയിൽ തന്നെ മാറ്റം സംഭവിക്കും. സമ്പത്ത് ആൻഡ് പണം തമ്മിലുള്ള വ്യത്യാസം. പലരും പണമുണ്ടാക്കുന്നു, പക്ഷേ സമ്പത്ത്. ഒരുപക്ഷേ പണമുണ്ടാക്കുന്നു, പക്ഷേ സമ്പത്തുണ്ടാക്കുന്നവർ കുറവാണ്. പണം എന്നത് ഇന്ന് കിട്ടുന്നതും ഇന്ന് ചെലവാകുന്നതുമാണ്. സമ്പത്ത് ഇന്നുണ്ടാക്കി നാളേക്ക് നിലനിൽക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. 2 പേർക്ക് ഒരേ ശമ്പളം. ഒരാൾക്കൊന്നുമില്ല, മറ്റൊരാൾക്ക് വീട്, സേവിങ്സ്, സെക്യൂരിറ്റി എല്ലാമുണ്ട്. ഇവിടെയുള്ള വ്യത്യാസം ചിന്തയും ശീലവുമാണ്. സമ്പത്ത് വരാതെ പോകുന്ന 5 വലിയ കാരണങ്ങൾ ഇനി പറയാം. 1. എല്ലാം ചെലവാക്കുന്ന ശീലം. പണം വന്നാൽ ചെലവാക്കണമെന്ന ചിന്ത. 2. സ്റ്റേറ്റസ് കാണിക്കാനുള്ള ജീവിതം. മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി വാങ്ങുന്നത്. 3. സേവിങ്സ് ഇല്ലായ്മ. ശേഷം നോക്കാമെന്ന അപകടകരമായ തീരുമാനം. 4. നെഗറ്റീവ് മണി ബിലീഫ്. പണം ദുഷ്ടമാണ്, എനിക്ക് പണം പിടിക്കില്ല എന്ന ചിന്ത. 5. നോളജ് ഇല്ലായ്മ. പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്തത്. ഇവയിലേതെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ സമ്പത്ത് നിലനിൽക്കില്ല. സമ്പത്ത് നേടാനുള്ള യഥാർത്ഥ വഴി ഇനി നോക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇവയാണ് അടിസ്ഥാന തൂണുകൾ. 1. പണത്തെ ബഹുമാനിക്കാൻ പഠിക്കുക. ചെറുതായാലും പണം നശിപ്പിക്കരുത്, അവഗണിക്കരുത്. 2. ഇൻകം എക്സ്പെൻസ്. വരുമാനത്തേക്കാൾ ചെലവ് കുറവായിരിക്കണം. ഇതാണ് ഗോൾഡൻ റൂൾ. 3. സേവിങ്സ്. ആദ്യം ചെലവിന് ശേഷം സേവിങ്സ് അല്ല, സേവിങ്സ് എടുത്ത ശേഷം ചെലവ്. 4. ഇമർജൻസി ഫണ്ട്. 3 മുതൽ 6 മാസത്തെ ചെലവ് വേറെ മാറ്റിവെക്കുക. ഇതാണ് മെൻ്റൽ പീസ്. 5. മൾട്ടിപ്പിൾ ഇൻകം തിങ്കിങ്. ഒരു ഇൻകം മതിയാകില്ല. സ്കിൽ, സൈഡ് ഇൻകം, ലേണിംഗ്. ഇതാണ് ഫ്യൂച്ചർ സെക്യൂരിറ്റി. സമ്പന്നരുടെ ചിന്താശൈലി. സമ്പന്നർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: എങ്ങനെ ഇത് വളരും, എങ്ങനെ ഇത് നാളെയും ഉണ്ടാകും, ഇത് ആസറ്റാണോ ലയബിലിറ്റി ആണോ, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ സാധാരണ ആളുകൾ ചിന്തിക്കുന്നത് ഇപ്പോൾ എനിക്ക് വേണം, എനിക്ക് സന്തോഷം കിട്ടിയാൽ മതി എന്നൊക്കെയാണ്. ചിന്ത മാറുമ്പോൾ ജീവിതം തന്നെ മാറും. ഇന്ന് തന്നെ തുടങ്ങാവുന്ന 5 ചെറിയ കാര്യങ്ങൾ ഇനി പറയാം. 1. ചെലവുകൾ എഴുതുക. 2. അൺനെസസറി എക്സ്പെൻസ് കട്ട് ചെയ്യുക. 3. ഒരു സ്കിൽ പഠിക്കാൻ തീരുമാനിക്കുക. 4. മണി ഗോൾസ് എഴുതുക. 5. പണത്തെ പേടിക്കാതിരിക്കുക. ചെറുതായി തുടങ്ങൂ, പക്ഷേ നിർത്തരുത്. സമ്പത്ത് ഒരു നാളിലുണ്ടാകില്ല, പക്ഷേ ഒരു ദിവസം തീരുമാനിച്ചാൽ അന്നു മുതൽ അത് തുടങ്ങും. ഈ വീഡിയോ നിങ്ങൾ ഒറ്റയാൾക്കെങ്കിലും ഷെയർ ചെയ്താൽ അത് ഒരാളുടെ ജീവിതം മാറ്റാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇനിയും ഇത്തരം വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.